നമസ്കാരം. ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ്. ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിയ കൃഷ്ണ എന്ന്. ഇവർക്കും ആദ്യത്തെ കുഞ്ഞു പിറന്നിട്ട് മാസങ്ങളാവുന്നതേ ഉള്ളൂ. പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ഒരു കുടുംബജീവിതമാണ്. ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ്. ദിയയെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ്. അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര്. ഓമി എന്നാണ് ഓമന പേര്. തമിഴ് റൊമാന്റിക് സിനിമകളുടെ ആരാധകയാണ് ദിയ. അതുപോലൊരു സന്തോഷകരമായ ജീവിതമാണ് ദിയ എന്നും ആഗ്രഹിച്ചത്. സോഷ്യൽ മീഡിയയിൽ അശ്വിൻ ഗണേഷ്, ദിയ കൃഷ്ണ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അശ്വിൻ ഗണേഷിനെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം വന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നിരവധി റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ വിമർശിച്ചവർക്കെതിരെ ദിയ കൃഷ്ണ രംഗത്ത് വന്ന് സംസാരിക്കുകയും ചെയ്തു. സ്വന്തം മകനെ പോലെയാണ് അശ്വിനെ തന്റെ അമ്മ കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിച്ചതെന്നും ദിയ പറഞ്ഞു. വിഷയത്തിൽ അശ്വിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുമ്പൊരിക്കൽ സമാന ആരോപണം വന്നപ്പോൾ അശ്വിൻ പ്രതികരിച്ചിരുന്നു. ചിക്കൻ കറിയുടെ പേരിലുണ്ടായ സംഭവങ്ങൾ ഒരുപക്ഷെ അശ്വിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് ആരാധകർ പറയുന്നത്. സംഭവത്തിൽ സിന്ധു കൃഷ്ണയും പ്രതികരിച്ചില്ല. ദിയയുടെ സഹോദരി ഹൻസിക കൃഷ്ണയുടെ പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. 20ാം പിറന്നാൾ ഹൻസിക കൃഷ്ണ ആഘോഷിച്ചു. വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി. ഹൻസിക പങ്കുവച്ച വ്ളോഗിൽ പിറന്നാൾ ആശംസ പറയുമ്പോൾ മാത്രമാണ് അശ്വിനെ കാണുന്നത്. പിന്നീട് നടന്ന ആഘോഷങ്ങളിലൊന്നും അശ്വിനില്ല. അതേസമയം ദിയയുണ്ട്. ഹൻസികയ്ക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരുന്നു. ഇവിടെ അശ്വിനില്ല. ആഘോഷത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ ഇവിടെ വെച്ച് മാതാപിതാക്കൾക്കും സഹോദരിമാർക്കുമൊപ്പം കേക്ക് മുറിച്ചു. ഇവിടെയും അശ്വിനെ കാണാനില്ല. ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വന്നു. അശ്വിൻ എവിടെയാണ് എന്ന് ചിലർ ചോദിക്കുമ്പോൾ ദിയ ഹാപ്പി അല്ലല്ലോ എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. എന്നാൽ അശ്വിൻ യഥാർത്ഥത്തിൽ വീട്ടിലുണ്ടായിരുന്നു. കേക്ക് മുറിക്കുമ്പോൾ വീഡിയോ എടുത്തത് അശ്വിനാണ്. ഹൻസികയും അശ്വിനും രസകരമായി വ്ളോഗിൽ സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ചപ്പോൾ അശ്വിനെ വീഡിയോ എടുക്കുന്ന ആളാക്കി മാറ്റിയതിൽ വിമർശനമുണ്ട്. കേക്ക് മുറിക്കുമ്പോൾ അശ്വിനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് വിമർശനം. അശ്വിന്റെ വിഷയം വലിയ വിവാദമായിട്ടും സിന്ധു കൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അശ്വിൻ ദിയയുടെ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന് അഭിപ്രായങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അത്രയും സ്വാതന്ത്ര്യം ഭാര്യ വീട്ടിൽ ഉണ്ടാകില്ലെന്നും പലപ്പോഴും ദിയയുടെ അമ്മ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതിന് കാരണം അശ്വിൻ സ്വന്തമായി തീരുമാനങ്ങൾ ഇല്ലാത്ത ആളായതുകൊണ്ടാണെന്നും കമന്റുകളുണ്ട്. കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പി തരുന്നതും നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവന്റെ വീട്ടിലെ പഴങ്കഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാ നല്ലത്. പേളിയെ കണ്ടു പഠിക്കൂ. ശ്രീനീഷിന് എന്ത് ബഹുമാനമാണ് ആ ഫാമിലിയും പേളിയും കൊടുക്കുന്നത്. ഒരു കാര്യമുണ്ട്, പേളി എവിടെ നിൽക്കുന്നു, ദിയ എവിടെ നിൽക്കുന്നു. മരുവന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ, അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു ബിരിയാണി പാത്രം നിറയെ കറി വെച്ചിട്ടും അശ്വിന് കൊടുക്കാൻ ദിയ പിശുക്ക് കാണിച്ചു. അത് ബോറായി തോന്നി എന്നിങ്ങനെയായിരുന്നു ദിയയുടെ വിവാദമായ ബ്ലോഗിന് വന്ന കമന്റുകൾ. എന്നാൽ കമന്റുകളെ ദിയ കാര്യമാക്കുന്നില്ല. ഹൻസികയുടെ ബ്ലോഗിൽ അശ്വിനെ സന്തോഷവാനായാണ് കാണുന്നത്. പുറത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം അശ്വിനും അവഗണിക്കുകയാണ്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ദിയ കൃഷ്ണ. അതേസമയം ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിനും സിന്ധു കൃഷ്ണയും ചിക്കൻ കാലുമാണ് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന്. മരുമകനാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഭക്ഷണം വിളമ്പിയപ്പോൾ സിന്ധു കൃഷ്ണ അശ്വിനെ തഴഞ്ഞുവെന്ന തരത്തിലാണ് ദിയയുടെ പുതിയ വ്ളോഗ് വന്ന ശേഷം ആളുകളുടെ പ്രതികരണങ്ങൾ. അശ്വിനോട് സിന്ധുവിന് എപ്പോഴും വേർതിരിവുണ്ടെന്ന തരത്തിലും കമന്റുകളുണ്ട്. കഴിക്കാനായി ചിക്കൻ കാൽ ചോദിച്ചപ്പോൾ വലിയ കുട്ടികൾ കഴിക്കേണ്ടതില്ല എന്ന കമന്റ് സിന്ധു പറഞ്ഞതാണ് ചർച്ചകൾക്കും വിമർശനത്തിനും വഴിവെച്ചത്. ഇപ്പോഴത്തെ ദിയയുടെ പുതിയ വ്ളോഗ് കണ്ടപ്പോൾ തനിക്ക് ഉണ്ടായ തോന്നലുകൾ പങ്കുവെക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ. സിന്ധു മനഃപൂർവ്വം അശ്വിനെ നാണം കെടുത്തുന്നതായി തോന്നിയില്ലെന്ന് സായി കൃഷ്ണ പറയുന്നു. നമ്മുടെ പലരുടെയും ലൈഫിൽ ഭാര്യ ചിലപ്പോൾ കുറച്ച് ഡോമിനേറ്റിംഗും ഭർത്താവിന്റെ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാത്ത ആളാകും. ചിലപ്പോൾ തിരിച്ചും സ്വഭാവമുള്ള ദമ്പതികളുണ്ട്. ഭർത്താവ് ഡോമിനേറ്റിംഗ് ആയിരിക്കും, ഭാര്യ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നയാളാകും. ഫുഡ് കുറച്ച് മെല്ലെ കഴിക്കാം അല്ലേ എന്ന് അശ്വിൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. അതെന്താ, ക്യാമറ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് ഹൻസികയും അശ്വിനോട് ചോദിക്കുന്നുണ്ട്. ആ വീട്ടിൽ പലരും ക്യാമറ ഉണ്ടെന്നതിനോട് ബോധേഡല്ല. ലൈംലൈറ്റ്, സോഷ്യൽ മീഡിയ എന്നതുമായി അവർ യൂസ്ഡ് ആണ്. അശ്വിൻ അങ്ങനെയായിരിക്കില്ല. അതുകൊണ്ടാകും ക്യാമറയുടെ കാര്യത്തിൽ ബോധേഡാകുന്നത്. അശ്വിനെ പാവത്താൻ ബോഡി ലാംഗ്വേജിലെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. ലെഗ് പീസ് കഴിക്കേണ്ട, വീട്ടിലെ സ്ത്രീകൾ കഴിക്കേണ്ട എന്നത് അമ്മ സിന്ധു തമാശയ്ക്ക് പറഞ്ഞ ഡയലോഗായാണ് തോന്നിയത്. മാത്രമല്ല അശ്വിന്റെ ബേസിക് മാനറിസം തന്നെ പാവത്താൻ മാനറിസമാണ്. ഇന്റർവ്യൂവിൽ പോലും വളരെ ഹംബിൾ ആണ്. എന്നാൽ ദിയയും ഫാമിലിയും ഹൈപ്പർ എക്സ്ട്രോവേർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം അശ്വിനെ കാണുമ്പോൾ ഓഡിയൻസിന് അയാൾ സമാധാനപ്രിയനാണെന്നല്ലേ തോന്നും. ആ പക്ഷം പിടിക്കാനും തോന്നും. അതാണ് കമന്റ് ബോക്സിൽ കണ്ടത്. പിന്നെ ചിലർ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് കമന്റ് ഇട്ടതുമാവാം. ഭാര്യ വീട്ടിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ പുറത്തു നിന്നുള്ള ആളുകളെ പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാകും. അവരും ദിയയുടെ വ്യൂവേഴ്സിൽ ഉണ്ടായിരുന്നിരിക്കാം. അതിനാൽ കണക്ട് ചെയ്ത് കമന്റ് ഇട്ടവരും കാണും. വലിയ കുട്ടിക്ക് കാല് വേണ്ടെന്നാണ് ആ അമ്മ അശ്വിനെ നോക്കി പറഞ്ഞത്.
അതൊരു വലിയ വിഷയമല്ല. ആ കറിയിൽ 4 കോഴിക്കാലുണ്ട്. പക്ഷെ ആ വീട്ടിൽ ലെഗ് പീസ് തന്നെയാണ് ആരാധകർ കൂടുതൽ. ചിക്കൻ കറി വേണ്ടെന്ന് പറഞ്ഞു പോയ ആളാണ് ഹൻസിക. കറി നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ കഴിക്കാമെന്ന് തീരുമാനിച്ചു. ആ വീട്ടിലെ തന്നെ ഏറ്റവും ചെറിയ കുട്ടി ഹൻസികയാണ്. അവർ താലോലിച്ച് വളർത്തുന്ന കുട്ടിയാണ്. വലിയ കുട്ടികൾ കഴിക്കേണ്ടെന്ന് ആ സ്ത്രീ തമാശയ്ക്ക് പറഞ്ഞതാണ്. അശ്വിനും അത് മൈൻഡ് ചെയ്തിട്ടില്ല. അമ്മമാരല്ലേ, അവർ ചുമ്മാ ഇത്തരത്തിൽ പറയാറില്ലേ? മൂത്ത കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണെന്നും ചെറിയ കുട്ടികൾ വാശിയുള്ളവരാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് അമ്മമാർ പണ്ട് മുതൽ അങ്ങനെ പറയുന്നത്. ആ വീട്ടിൽ മനഃപൂർവ്വം അശ്വിനെ കൊണ്ടുവന്ന് ഇട്ട് ഭീകരമായി പണിയെടുപ്പിക്കുന്നതായോ തിന്നാൻ കൊടുക്കാത്തതായോ അവന് വേണ്ട സ്പേസ് കൊടുക്കാത്തതായോ ഭാര്യ വീട്ടുകാർ ഭർത്താവിനെ മാനം കെടുത്തി വിടുകയാണെന്നോ വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ല. വില കൊടുക്കാത്ത പ്രശ്നം അവിടെയില്ല. അശ്വിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തോന്നുന്നതാണ്. അല്ലാതെ അമ്മായിയമ്മ മരുമകൻ സ്കീം ഇല്ലെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. അതേസമയം സിന്ധുകൃഷ്ണ മരുമകൻ അശ്വിൻ ഗണേഷിനോട് ബഹുമാനമില്ലാതെ പെരുമാറിയെന്ന വിമർശനമാണിപ്പോൾ ചർച്ചാ വിഷയം. അതേസമയം വിമർശനങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് നിമിഷ് രവി, അർജുൻ എന്നിവരുടേതാണ്. താരകുടുംബത്തിലെ അടുത്ത മരുമക്കൾ ഇവരാണെന്നാണ് ആരാധകർ പറയുന്നത്. അടുത്ത സുഹൃത്താണ് സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവി എന്ന് അഹാന പറയാറുണ്ട്. എന്നാൽ ഇവർ ഏറെക്കാലമായി പ്രണയത്തിലാണെന്ന് അഹാനയുടെ ആരാധകരും പറയുന്നു. ഇഷാനിയുടെ കാമുകൻ അർജുനാണെന്നും വാദമുണ്ട്. ഇഷാനിയുടെ വ്ളോഗുകളിൽ വല്ലപ്പോഴുമേ അർജുനെ കാണാറുള്ളൂ. അർജുനും നിമിഷം മരുമക്കളായി എത്തിയാൽ അശ്വിനോട് സിന്ധുകൃഷ്ണ കാണിക്കുന്ന വേർതിരിവ് പ്രകടമായി കാണാമെന്നാണ് വിമർശകർ വാദിക്കുന്നത്. വളരെ സൗമ്യനാണ് അശ്വിൻ. അശ്വിനോട് വളരെ സ്വാതന്ത്ര്യത്തോടെ സിന്ധുകൃഷ്ണ സംസാരിക്കാറുണ്ട്. സ്വന്തം മകനെ പോലെയാണ് അശ്വിനെ സിന്ധു കാണാറുള്ളതെന്ന് ദിയ കൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മകനായി കണ്ടാലും മരുമകനായി കണ്ടാലും ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനമുണ്ടെന്ന് നെറ്റിസൺസ് ചൂണ്ടിക്കാണിക്കുന്നു. അർജുനും നിമിഷം മരുമക്കളായി വന്നാൽ ഒരിക്കലും സിന്ധുകൃഷ്ണ ഇങ്ങനെ പെരുമാറില്ലെന്നും വാദമുണ്ട്. ദിയയുടെ കുടുംബത്തോട് അശ്വിനുള്ള മനോഭാവമല്ല നിമിഷിനും അർജുനും എന്ന് നെറ്റിസൺസ് പറയുന്നുണ്ട്. അളവിൽ കവിഞ്ഞ ബഹുമാനം അശ്വിൻ പലപ്പോഴും ഭാര്യ വീട്ടുകാരോട് കാണിക്കുന്നുവെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രമുഖ ഇന്റർനാഷണൽ കമ്പനിയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത്. പക്ഷേ സാമ്പത്തികമായി ദിയയുമായി വലിയ അന്തരമുണ്ട്. ദിയയാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്നും വിദേശ യാത്രകൾക്കും മറ്റുമെല്ലാം തന്നെ ദിയയാണ് കൊണ്ടുപോകുന്നതെന്നും അശ്വിൻ പറഞ്ഞിട്ടുണ്ട്. ദിയയുമായി അടുത്തപ്പോൾ ദിയയുടെ യൂട്യൂബ് ചാനലിലെ സ്ഥിരം സാന്നിധ്യമായി അശ്വിൻ മാറി. നിമിഷോ അർജുനോ ഇതിന് തയ്യാറായില്ല. സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ. മോളിവുഡിൽ ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള സിനിമാറ്റോഗ്രാഫറാണ് നിമിഷ് രവി. എന്ന സിനിമയിലൂടെ നിമിഷിന്റെ കരിയർ ഗ്രാഫ് കുതിച്ചുയർന്നു. മലയാള സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്ന സിനിമാറ്റോഗ്രാഫർമാരിൽ ഒരാളാണ് നിമിഷെന്ന് നിസ്സംശയം പറയാം. അഹാനയുടെയും സിന്ധുകൃഷ്ണയുടെയും ബ്ലോഗിൽ വരാനുള്ള സമയം പോലും നിമിഷിനില്ല. ഇതുവഴി ലഭിക്കുന്ന പ്രശസ്തി നിമിഷിന് ആവശ്യവുമില്ല. കാരണം സ്വന്തം കഴിവുകൊണ്ട് നിമിഷ് തന്റെ മേഖലയിൽ അറിയപ്പെടുന്ന ആളായി മാറി. മറുവശത്ത് അർജുൻ ആർക്കിടെക്ചർ കമ്പനി നടത്തുകയാണ്. തന്റെ സംരംഭത്തിലേക്കാണ് അർജുന്റെ ശ്രദ്ധ. ഇഷാനിക്ക് ലഭിക്കുന്ന പ്രശസ്തി അർജുനെ ആകർഷിക്കുന്നേയില്ല. അർജുന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രൈവറ്റ് ആണ്. ഇഷാനിക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായാൽ അർജുന് വലിയ പ്രശസ്തി ലഭിക്കുമെന്നും ഉറപ്പാണ്. എന്നാൽ അർജുൻ അതിന് തയ്യാറല്ല. വല്ലപ്പോഴും താരകുടുംബത്തിലെ വ്ളോഗുകളിൽ മുഖം കാണിക്കുമെങ്കിലും അർജുൻ അധികം സംസാരിക്കാറില്ല. അശ്വിനും മുമ്പ് താരകുടുംബത്തെ അടുത്തറിയുന്നവരാണ് അർജുനും നിമിഷും. എന്നാൽ ഒരു പരിധിക്കപ്പുറം ജനശ്രദ്ധ തങ്ങളിലേക്ക് വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചു. എന്നാൽ മറുവശത്ത് അശ്വിൻ ദിയയ്ക്ക് ലഭിച്ച ജനശ്രദ്ധ വഴി സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത നേടി. പക്ഷേ ദിയ തന്റെ സ്വകാര്യ ജീവിതം വ്ളോഗുകളിൽ നിന്ന് തുറന്നു കാണിക്കുമ്പോൾ പലപ്പോഴും കടുത്ത പരിഹാസം നേരിടേണ്ടി വരുന്നത് അശ്വിനാണ്. അതേസമയം തന്നോട് ദിയയുടെ കുടുംബം നല്ല രീതിയിലാണ് പെരുമാറാറെന്ന് അശ്വിനും നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.